നമസ്കാരം. ഞാൻ മാത്യു മണ്ണാറാകും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മണിയൻകുന്നിൻ്റെ രത്നവും സുഗന്ധപുഷ്പവുമായ കൊലത്താമ്മയുടെയും അവരോട് ബന്ധപ്പെട്ട മഠത്തിൻ്റെയും പള്ളിയുടെയും സ്കൂളിൻ്റെയും ചരിത്രമാണ്. 1904 മാർച്ച് 13 ചേർപ്പങ്കൽ ഇടവകയിൽ ആരംപുളിക്കൽ ജോസഫിൻ്റെയും പുല്ലംപ്ലാവിൽ അന്നമ്മയുടെയും മകളായിട്ടാണ് ഇവർ ജനിക്കുന്നത്. ഇവരുടെ മാതാവ് ഇവർ തീരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മരണമടഞ്ഞു. അൽഫോൻസാമ്മയ്ക്ക് സംഭവിച്ചു തന്നെയാണ് ഇവർക്കും സംഭവിച്ചത്. അതിനുശേഷം 7ാം ക്ലാസ് വരെ സ്വാഭാവികമായിട്ട് സ്കൂളിൽ പോയി. അപ്പോൾ അവിടെ വെച്ച് 7ാം ക്ലാസ്സിലായപ്പോൾ അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് കല്യാണപ്രായമായി. പല കല്യാണങ്ങളും വന്നു. ശൈശവിവാഹം അക്കാലത്ത് സർവ്വസാധാരണമായിരുന്നു. പിതാവും പറഞ്ഞു, മോളെ കല്യാണം കഴിച്ചു പോകുന്നതാണ് നല്ലതെന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു, ഞാൻ സന്യാസിനിയാകാനാണ് ആഗ്രഹിക്കുന്നത്, ഒരു കാരണവശാലും ഞാൻ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മനസ്സോടെ പിതാവ് ഇവിടെ ഹൈസ്കൂളിൽ വിട്ടു. 21ാം വയസ്സിൽ അവർ ESLC പാസ്സായി കഴിഞ്ഞപ്പം ഒരു സ്കൂളിൽ ജോലി കിട്ടി. അവിടെ വാഗമല എന്ന് പറഞ്ഞൊരു സ്കൂളിൽ 1 വർഷത്തേക്ക് താൽക്കാലികമായി ജോലി കിട്ടി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ചേർപ്പങ്കൽ പള്ളിയുടെ വികാരിയായ സിറിയക്ക് മുതുകാട്ടിലച്ചൻ ഇവരോട് പറഞ്ഞു, ഇങ്ങനെ പൂഞ്ഞാറെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്കൂളുണ്ട്, അവിടെ മോള് പോയി ജോലി ചെയ്യാൻ പറഞ്ഞു, അവിടെ സ്ഥിരമായി ജോലി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ യാതൊരു യാത്രാ സൗകര്യങ്ങളും ഇല്ലാത്ത മണിയൻകുന്നിലേക്ക് ഇവർ മറിയാമ്മ എന്നായിരുന്നു അവരുടെ പേര്, മറിയാമ്മ ടീച്ചർ എത്തിച്ചേർന്നു. അങ്ങനെ 1927 അവർ ഈ സ്കൂളിലെ അധ്യാപികയായി തീർന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ താമസ സൗകര്യം ഇല്ലാതിരുന്നതുകൊണ്ട് അവർ മഠത്തിൽ തന്നെയാണ് താമസിച്ചത്. അങ്ങനെ 1932 ആയപ്പോൾ അവരുടെ പഴയ ആഗ്രഹം സഫലമാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ മണിയൻകുന്നത്തെ FCC കോൺവെൻറ്റിൽ ചേർന്നു. 1932 ഒക്ടോബർ 4 അവർ ഈ മഠത്തിൽ ചേർന്നു. അത് കഴിഞ്ഞ് അവർ കന്യാസ്ത്രീയായി കഴിഞ്ഞപ്പോൾ ഏറ്റവും മാതൃകാ അധ്യാപികയായിരുന്നു. കുട്ടികൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ മഠത്തിലെ മറ്റ് കന്യാസ്ത്രീകൾക്കും നാട്ടുകാർക്കും ഒക്കെ അവർ പ്രിയങ്കരിയായിരുന്നു. പുണ്യചരിതയായിരുന്നു അവർ, ത്യാഗസന്നദ്ധയായിരുന്നവർ. അവരുടെ സ്നേഹം, അവരുടെ ത്യാഗം ഇതൊക്കെ അനുഭവിക്കാത്തവരാരും ആ നാട്ടിലുണ്ടായിരുന്നില്ല. അങ്ങനെ അവരിരുന്നപ്പോൾ അവർക്ക് മറ്റൊരു പ്രതിസന്ധി വന്നു. നല്ലവരെ ദൈവം പരീക്ഷിക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവർക്ക് ചുമയും കലശലായ പനിയും, വിട്ടുമാറാത്ത ചുമയും പനിയും ഉണ്ടായി. അത് ക്ഷയരോഗത്തിൻ്റെ ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെട്ടത്. അക്കാലത്ത് ക്ഷയത്തിന് ചികിത്സയില്ല, ചുമച്ച് മരിക്കുക എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ അങ്ങനെ പലപ്പോഴും ഒരു ഒറ്റപ്പെടുത്തി എല്ലാവരും അകറ്റി നിർത്തി. രോഗം വരുമെന്നും പകർച്ചയാതെ വരുമെന്ന് വിചാരിച്ചവരെ മാറ്റി നിർത്തി. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവർ ദൈവത്തിൽ മാത്രം ആശ്രയം കണ്ട് അവർ അവിടെ ജീവിച്ചു. അങ്ങനെ അവർ 1984 ഡിസംബർ 28 അവർ മരണമടഞ്ഞു. 2021 നവംബർ 11 ഇവരെ ദൈവദാസിയായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇവരുടെ മരണം ശവസംസ്കാരം നടത്തിയത് മണിയൻകുന്ന് സ്ഥിരഹൃദയ പള്ളി സെമിത്തേരിയിലാണ് അടക്കിയത്. അപ്പോൾ ആ സെമിത്തേരിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. 80ഓളം കന്യാസ്ത്രീകളെ അടക്കിയ ഒരു സെമിത്തേരിയാണിത്. ഇപ്പോൾ കൊളത്താമ്മയുടെ സംസ്കാരം നടത്തിയ സ്ഥലത്ത് അവരുടെ ശവകുടീരം വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. 10,000 ആളുകളാണ് അവിടെ വരുന്നത്. ആരും ശ്രദ്ധിക്കാതിരുന്ന മണിയൻകുന്ന് എന്ന് പറഞ്ഞ ഉൾപ്രദേശ ഗ്രാമം ഇന്ന് തീർത്ഥാടകരെ കൊണ്ട് നിറയുകയാണ്. അവിടെ പെരുന്നാൾ പരിപാടികളൊക്കെ നടക്കുന്നു. ധാരാളം ആളുകൾ, ഒത്തിരി പേർക്ക് അത്ഭുത സിദ്ധികൾ നടക്കുന്നു. അങ്ങനെ ഒത്തിരി പേര്, ധാരാളം ആളുകൾ നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തുന്നു. ഭരണങ്ങാനത്ത് സംഭവിച്ച പോലെ തന്നെ അവഗണിക്കപ്പെട്ട് കിടന്ന ഈ ഗ്രാമം വളരെ പ്രശസ്തിയുടെ മട്ടുപ്പാവിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ കന്യാസ്ത്രീയെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയേണ്ടതായിട്ടുള്ളത് ഈ മഠത്തിനെ പറ്റിയാണ്. ഫ്രാൻസിസ്കൻ FCC കോൺവെൻറ്റാണ്. ഈ കോൺവെൻറ്റ് ഇവിടെ ഏറ്റവും പൂനിച്ചി താലൂക്കിലെ ആദ്യത്തെ ഫ്രാൻസിസ്കൻ കോൺവെൻറ്റാണ്. അതിനൊരു കാരണമുണ്ട്. അതിന് മുൻകൈ എടുത്തത് ബഹുമാന്യനായ കാട്രാത്ത് ചാണ്ടിയച്ചനാണ്. ഈ ചാണ്ടിയച്ചൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം പൂഞ്ഞാർ സെൻറ്റ് മേരീസ് പള്ളിയിലെ അസിസ്റ്റൻറ്റ് വികാരിയായിരുന്നു. അക്കാലത്ത് പൂഞ്ഞാർ പള്ളിയുടെ വികാരി യാക്കോബ് തെള്ളി കത്തനാരായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇവിടെയും മണിയൻകുന്ന് എന്ന് പറഞ്ഞ പ്രദേശത്ത് ഒരു സ്കൂളിൻ്റെ ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നി. ചില പെൺകുട്ടികൾ വിവാഹം താല്പര്യമില്ലാതെ സന്യാസ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ചില കൂട്ടായ്മകൾ, ചില കമ്മ്യൂണിറ്റീസ് കേരളത്തിൻ്റെ പല ഭാഗത്തും വികസിച്ച് വന്നിരുന്നു. കേരളത്തിൽ മാത്രമല്ല, പടിഞ്ഞാറൻ രാജ്യങ്ങളിലും ഔദ്യോഗിക മഠങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പിൽ ഇങ്ങനെ കന്യകളായ കുറേ സ്ത്രീകൾ ഇങ്ങനെ ഒറ്റയ്ക്ക് പ്രാർത്ഥനയൊക്കെ ആയിട്ട് ജീവിക്കാറുണ്ടായിരുന്നു. അങ്ങനെ 2 പേര് പള്ളുരുത്തിയിൽ വെച്ച് ചാണ്ടിയച്ചൻ കണ്ടുമുട്ടി. ഒരു അന്നയും ഒരു മറിയവും.
അവർ രണ്ടുപേരെയും കൂടെ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് ഒരു വീട് കണ്ടുപിടിച്ച് ഇവർക്ക് താമസിക്കാൻ. അതായത് നമ്മുടെ പിന്നെ കിഴക്കേത്തോട്ടത്തിൽ കുര്യൻ എന്ന് പറഞ്ഞ ആൾ അദ്ദേഹത്തിന് 2 വീടുകളിൽ ഒരെണ്ണം ഇവർക്ക് കൊടുത്തു. ഇവരെ അവിടെ താമസിപ്പിക്കാൻ ഏർപ്പാടാക്കി. അവിടെ താമസിച്ചപ്പോൾ ഇവരുടെ വിശുദ്ധ ജീവിതവും ഭക്തിയും ത്യാഗസന്നദ്ധതയും കണ്ട് പല പെൺകുട്ടികളും ഇവരുടെ കൂടെ കൂട്ടായ്മയിൽ കൂടി. അപ്പോൾ അവരെ പരിശീലിപ്പിക്കുന്നതിനായിട്ട് വൈക്കത്ത് നിന്നാണ് ഇതുപോലെയുള്ള കമ്മ്യൂണിറ്റിപ്പെട്ട കൊലെ സഹോദരി സിസ്റ്റേഴ്സ് ഇവിടെ വന്നു. അതിനൊരു കാരണമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനുള്ള ദൈവദാസനായ വർക്കിച്ചൻ കാട്രാത്താണ്. അദ്ദേഹം വൈക്കം സെൻറ്റ് ജോസഫ് പള്ളിയുടെ വികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധത്തിലാണ് അങ്ങനെ കുറേ ആളുകൾ ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്ക് നൊവീഷ്യേറ്റ് ഉണ്ടായിരുന്നു. വരയാത്ത പറമ്പെന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഇവർക്ക് പരിശീലനമൊക്കെ കൊടുത്തിരുന്നു. അവിടെ വന്നപ്പോൾ ഇവർ പോയി ഈ സിസ്റ്റേഴ്സിന് അവർ പണം സമാഹരിച്ച് അടിവാരത്തിനടുത്തുള്ള പച്ചിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് 200 ഏക്കർ സ്ഥലം പൂഞ്ഞാരിത്തമ്പുരാനോട് വാങ്ങിച്ചു. എന്നിട്ട് ഈ സ്ഥലം ഇവർ കിളച്ചുമാതിക്കും പാട്ടത്തിനുമായിട്ട് പലർക്കും കൊടുത്തു. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് മഠത്തിൻ്റെ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. കുറേ കാലം കഴിഞ്ഞ് പല സ്ഥലങ്ങളും വിറ്റുപോയി, പലരുടെയും കൈവശമായി. 57 ഭൂനിയും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സ്ഥലം എല്ലാവർക്കും വിട്ടുപോയി. കുറച്ച് സ്ഥലം ഇപ്പോഴും അവർക്കവിടെ ബാക്കിയുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ 1875 ഈ സംഭവം നടക്കുന്നത്. ഈ കന്യാസ്ത്രീ ഇവിടെ താമസിച്ചത്. അത് കഴിഞ്ഞ് 1887 ആയപ്പോൾ അവിടെ ഒരു സ്കൂൾ കൂടി ആരംഭിച്ച് ഏതാനും വർഷത്തിനകം. എന്നിട്ട് ഒരു നേഴ്സറി ഒരു അധ്യാപിക നിയമിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ 1888 ഡിസംബർ 14 FCC കോൺവെൻറ്റ് കോൺഗ്രിഗേഷൻ ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നത്. ആ സമയമായപ്പോഴേക്കും ഇവിടുത്തെയുള്ള കൂട്ടായ്മ ഇവരെ എല്ലാവരെയും പിന്നെ ചങ്ങനാശ്ശേരി കൂട്ടിച്ചു. അവരുടെ സാധനങ്ങളും മറ്റെല്ലാം കൂട്ടി കൂടുതൽ പരിശീലനം കൊടുക്കാൻ ചങ്ങനാശ്ശേരി കൊണ്ടുപോയി. 1897 ബഹുമാനായ ചാണ്ടിച്ചൻ തൻ്റെ പത്രമേനിയായ 1.5 ഏക്കർ സ്ഥലം മഠം സ്ഥാപിക്കുന്നതിന് വിട്ടുകൊടുത്തു. അപ്പോൾ അവിടെ ആ മഠത്തിന് സ്ഥലം കൊടുത്തു. അതുപോലെ തന്നെ 1891 ഒരു പള്ളി സ്ഥാപിച്ചു, തിരുഹൃദയ മഠം. ഇതെല്ലാം അച്ഛൻ്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു സഹായം കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വർക്കിച്ചൻ ഇവിടുത്തെ വികാരിയായിരുന്ന വൈക്കത്തെ, പിന്നെ തോട്ടകത്തായിരുന്നു, വിൻസെൻഷൻ സഭയുടെ സ്ഥാപകനുമാണ്. അദ്ദേഹത്തിന് അവിടെ അന്നത്തെ ചങ്ങനാശ്ശേരി ബിഷപ്പായിരുന്ന ലെവീഞ്ഞുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിലാണ് ഇവിടെ പള്ളിക്ക് അനുവാദം കിട്ടിയത്. പള്ളിക്ക് അനുവാദം കിട്ടാൻ 6 കടന്ന് പള്ളിയിൽ പോകാൻ വിശ്വാസികൾക്ക് കഴിയില്ല എന്ന് പിതാവിനെ ബോധ്യപ്പെടുത്തിയതിൻ്റെ പേരിലാണ് ഈ അടുത്ത പ്രദേശത്തൊന്നും പള്ളി അനുഭവിക്കുന്നതിന് മുമ്പിൽ 1891 തിരുഹൃദയത്തിൻ്റെ നാമത്തിൽ ഒരു പള്ളി അവിടെ സ്ഥാപിച്ചത്. മാത്രമല്ല ഈ മഠത്തിൻ്റേത് സ്ഥാപിച്ചത് ജലവീഞ്ഞ് തിരുമേനിയാണ്. അപ്പോൾ അവിടെ ഈ ബന്ധത്തിൻ്റെ പേരിൽ അവർ പീനിച്ചി താലൂക്കിലെ ആദ്യത്തെ മഠം സ്ഥാപിക്കുന്നത് മണിയൻകുന്നേലാണ്. ഈ ബന്ധത്തിൻ്റെ പേരിലാണ് ആദ്യത്തെ മഠം സ്ഥാപിക്കുന്നത്. 1902 ഇവിടെ മഠം സ്ഥാപിച്ചു. ഈ മഠമാണ് നമ്മുടെ ബഹുമാന്യായ കൊളയത്താമ്മയ്ക്ക് വേണ്ടുന്നത്. അവർ മഠം കന്യാസ്ത്രീയായി കഴിഞ്ഞപ്പോൾ മറിയാമെന്നുള്ള പേര് മാറ്റി സിസ്റ്റർ കോളറ്റ് എന്നുള്ള പേര് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ പരിശീലനം എല്ലാം കിട്ടി ഈ മഠത്തിൽ വെച്ചാണ്. അത് കഴിഞ്ഞ് ഈ പള്ളി 1960 പുതുക്കി പണിതു, 2020 പുതുക്കി പണിതു. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഈ പള്ളിക്കുണ്ട്. പിന്നെ അതിന് പുറമെ മറ്റൊന്ന് പറയേണ്ടതായിട്ടുള്ളത് ഈ സ്കൂളിനെ പറ്റിയാണ്. ഈ സ്കൂളിൽ കൊളയത്താമ്മ പഠിപ്പിച്ച സ്കൂളാണ്. അങ്ങനെ ഒരു പ്രത്യേകത. അന്ന് ഇവിടെ വരുമ്പോൾ പനച്ചിപ്പാറയിൽ റോഡൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 27 ഇവിടെ വരുന്നത്. ഒരു റോഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ റോഡിൻ്റെ നടന്നാണ് അവിടുന്ന് പോകുന്നത്. അപ്പോൾ അതിനൊരു ചരിത്രമുണ്ട്, അത് പറയാം. ഇവിടുന്ന് പോകുന്ന വഴിക്ക് അവരിവിടെ ചെന്ന് ഇവിടുത്തെ സ്കൂളെന്ന് പറയുന്നത് 1905 ഇവിടെ ഒരു സ്കൂൾ തുടങ്ങുന്നത്. അത് അച്ഛൻ തുടങ്ങിയത്. അതിന് മുമ്പ് 1897 ഇദ്ദേഹം ഒരു കളരിയൊക്കെ അവിടെ നടത്തിയിരുന്നു അച്ഛൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ ഈ പള്ളിക്ക് വേണ്ടി 1.5 ഏക്കർ സ്ഥലം 2 ഏക്കർ സ്ഥലം കൊടുത്ത് അത് കിഴക്കത്തോട്ടം കുര്യനാണ് സംഭാവന ചെയ്ത സ്ഥലത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് പലരോടും സ്ഥലം വാങ്ങി തീർച്ചയായിട്ടും. 1905 ഇവിടെ ഒരു LP സ്കൂൾ അനുവദിക്കുന്നത്. രാജഭരണകാലത്ത് കിട്ടിയതാണ്. ആ സ്കൂൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. അവിടെ കുട്ടികൾ തികഞ്ഞില്ല. അതുകൊണ്ട് 1907 അത് പൂട്ടാൻ തുടങ്ങി. പിന്നീട് ഉടനെ തന്നെ 3 ക്ലാസ്സുകൾ ഒരുമിച്ച് തുടങ്ങിയാണ് പിന്നെ സ്കൂൾ ആരംഭിച്ചത്. അതിനുശേഷം 1932 ആയപ്പോഴേക്കും ഇത് ഒരു UP സ്കൂളായിട്ട് ഉയർത്തി. അപ്പോൾ UP സ്കൂളായിട്ട് ഉയർത്തി കഴിഞ്ഞപ്പോഴും പ്രശ്നമുണ്ട്. കെട്ടിട സൗകര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ ആ സ്കൂള് പൂഞ്ഞാറിലേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ്. പിന്നെ 1962 ബഹുമാന്യനായ TA തോമൻ മന്ത്രിയായിരുന്നപ്പോഴാണ് വീണ്ടും അത് UP സ്കൂളായിട്ട് ഉയർത്തിയത്. ഇപ്പോൾ അവിടെ 190 കുട്ടികളുണ്ട്. 8 അധ്യാപകരും 1 അനധ്യാപകനും ഉണ്ട്, സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അവർ നല്ല നിലവാരം പുലർത്തുന്ന ഒരു സ്കൂളാണ്. എല്ലാ അർത്ഥത്തിലും ഒരു വിശുദ്ധിയുടെ അന്തരീക്ഷം അവിടെയുണ്ട്. അപ്പോൾ അവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്കൊരു ബെൽ മൗണ്ട് റേഡിയോ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, പ്രക്ഷേപണം ചെയ്യുന്നതാണ്. അവർ സ്കൂളിലെ പ്രധാന സംഭവങ്ങളും അതുപോലെ തന്നെ നാട്ടിലെ പ്രധാന സംഭവങ്ങളും ഒക്കെ പത്രവായന ഇതൊക്കെ അവർ ഇതുവഴി ആഴ്ചയിൽ 2 ദിവസം പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. പനച്ചിപ്പാറയിൽ റോഡില്ലായിരുന്നു അന്ന്. 1945 അന്ന് തിരുവിതാംകൂറിലെ ചീഫ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ കർത്താക്കന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കർത്താവായിരുന്നു. അദ്ദേഹമാണ് പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയത്. മണിയൻകുന്നിലുള്ള റോഡ് വെട്ടിയത്
പൂണ്ടിക്കുളംകാരുടെ നേതൃത്വത്തിലാണ്. ഒത്തിരി ഗ്രാൻഡൊക്കെ സംഘടിപ്പിച്ച് കൊടുത്തത് ഈ കർത്താവാണ്. അപ്പം അങ്ങനെ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമായി മാറി ഇപ്പോൾ മണിയംകുന്ന്. അവിടെ ഏറ്റവും ആദ്യത്തെ പള്ളിയും മഠവും എല്ലാമാണ്. സ്കൂള് പൂഞ്ഞാറ് പിന്നെ തമ്പുരാക്കന്മാരുടെ സ്കൂൾ തുടങ്ങുന്നതിന് ഇവിടെ തുടങ്ങി എന്നുള്ളൊരു അത്ഭുതകരമായ കാര്യമാണ്. ഇപ്പോഴും അത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ സ്ഥാപനങ്ങളെ പറ്റിയും പിന്നെ നാടിന് വളരെ പ്രശസ്തി ഉണ്ടായിക്കൊടുത്തു. ഇന്ന് എല്ലാവരും അറിയുന്നത് ഈ അമ്മയാണ്. അതായത് ബെൽ മൗണ്ട് എന്നാണ് പറയുന്നത്, മണിയംകുന്നാണ്. അതിന് ബെല്ലെന്നുള്ളതല്ല, രത്നമുണ്ട്, അതിനൊരു ചരിത്രമുണ്ട്. ഇവിടെ പൂഞ്ഞാറ്റിലെ മണിയംകുളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പണ്ട് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. അവിടെ മനയ്ക്കപ്പറമ്പെന്നൊരു സ്ഥലമുണ്ട്, ഇപ്പോൾ കല്ലുവേലിക്കാരുടെ സ്ഥലമാണത്. അവിടെ ഒരു ക്ഷേത്രക്കുളമുണ്ടായിരുന്നു. അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിലെ നിധികളും രത്നങ്ങളും എല്ലാം ഈ കുളത്തിലിട്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്, കൊള്ളക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ആദ്യം നിക്ഷേപിച്ച സ്ഥലമാണ് കുളമായിട്ട് പിന്നെ മണിയം കുളമായത്. അതിൻ്റെ തൊട്ടടുത്തുള്ള മലയാണ്, കുന്നാണ് മണിയം കുന്നായത്. അപ്പോൾ ഇപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഈ കൊളയത്താമ്മ ഈ കുന്നിൻ്റെ രത്നമായിട്ട് മാറിയിരിക്കുകയാണ്. നാടിന് അഭിമാനമായിട്ട് എല്ലാവരും ഒത്തുചേരുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന സന്ദർശക കേന്ദ്രമായിട്ട് വളർന്നിട്ടുണ്ട്. ഇതേപ്പറ്റി ഇത്രയാണ് എനിക്കറിയാവുന്നത്. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. IT Future, MKK Tower, near KSRTC bus stand, ഈരാറ്റുപേട്ട. ഇനി ശുചിത്വത്തിൻ തിളക്കം ഡേഫിക്സിലൂടെ. ഹോം ബോൺ ഇൻട്രൊഡ്യൂസിംഗ് ഡേഫിക്സ് ഡിഷ് വാഷ് കേക്ക് ആൻഡ് ഡിഷ് വാഷ് ജെൽ. എക്സ്പീരിയൻസ് ദ ക്വാളിറ്റി ആൻഡ് ഷൈൻ ഓഫ് ഡേഫിക്സ്. പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാനാകാതെ നിങ്ങൾ വിഷമിക്കുന്നുവോ? ഉടൻ വിളിക്കൂ ആലപ്പാട് ഗോൾഡ്, നിയർ റിലയൻസ് ട്രെൻഡ്സ്, KK റോഡ്, മുണ്ടക്കയം. എമർജ് ഐ ആൻഡ് ENT ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, ഈരാറ്റുപേട്ട.